ലൈനൊന്ന് മാറിക്കൊടുക്കും. ഒന്നൊതുങ്ങും. ഒന്ന് ഈ ക്യാമറ സാർ, അവിടെയാണ് ആ കാറ് കിടക്കുന്നത്, ജീപ്പ് ഇവിടെ, പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് താഴേക്ക് വേറെ ഇതിൻ്റെ അടിയിൽ ഈ വർഷത്തെ കാലവർഷ കെടുതികൾ കഴിഞ്ഞ 21 വർഷക്കാലമായി ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലാണ് കേരളത്തിലൊട്ടാകെ. നമുക്ക് സാധാരണ കിട്ടുന്ന കാലവർഷ കാലത്ത് കിട്ടുന്ന മഴയേക്കാൾ വളരെ കൂടുതൽ മഴ കിട്ടി. പക്ഷേ അതോടൊപ്പം ദുരന്തങ്ങളുമാണ് കേരളത്തിലൊട്ടാകെ ഉണ്ടായത്. അതിൽ ഒരു സമാനതകളുമില്ലാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഈ ലാൻഡ് സ്ലൈഡ് മരണങ്ങളും ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ എല്ലാവരും സഹകരിച്ച് ഏറ്റവും സാധ്യമായിട്ടുള്ള എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്താനാണ് എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായി വിവരം കിട്ടിയ ഉടനെ തന്നെ കേന്ദ്ര മന്ത്രിമാരായ ശ്രീ എ കെ ആന്റണിയെയും ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ശ്രീ ഷിൻഡെയും ശ്രീ മുല്ലപ്പള്ളിയെയും കോൺടാക്ട് ചെയ്തു. അവര് ഡിഫൻസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ലഭ്യമാക്കി. ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ സേന 160 പേര് എത്തിക്കഴിഞ്ഞു. മിലിറ്ററിയുടെ 140 പേര് എത്തിക്കഴിഞ്ഞു. 300 പേര് ഇതിനോടകം തന്നെ എത്തി. നേവിയുടെ ആൾക്കാർ എത്തി. അവർ മുഖ്യമായിട്ടും എറണാകുളം, ആലപ്പുഴ, പിന്നെ ആലുവ, മൂവാറ്റുപുഴ ആ പ്രദേശങ്ങളിലാണ്. തൃശ്ശൂരേക്കും നമ്മൾ ഇന്നലെ വന്ന ഒരു വിഭാഗത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ കൂടി നമ്മൾ സേവനം ആവശ്യപ്പെടുകയും എല്ലാവിധ എക്യുപ്മെൻറ്റ്സോടുകൂടി നമുക്ക് അവരെ അയച്ചു തരാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാമുകളിലെ നമ്മുടെ വെള്ളത്തിൻ്റെ ജലനിരപ്പ് വർദ്ധിച്ചു വരികയാണ്. ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ല എങ്കിലും നമ്മൾ എല്ലാ വിധത്തിലുള്ള കരുതലുകളും നമ്മൾ എടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്.